ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്ന പോർട്ട്ഫോളിയോ ഇവാലുവേഷനാണ്. അതിൻ്റെ മീനിങ് എന്താണ്, ഫംഗ്ഷൻ എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ എങ്ങനെ പെർഫോം ചെയ്തു പാസ്റ്റിലെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ പെർഫോമൻസ് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ റിസൾട്ട് വന്നു സെമസ്റ്ററിൻ്റെ ഒരു ഗ്രേഡ് കാർഡ് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, നമ്മളെങ്ങനെ പെർഫോം ചെയ്തു, നമ്മൾ മുന്നത്തെ സെമ്മിനേക്കാളും നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നോക്കാറുണ്ട്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ഇവാലുവേഷനും പോർട്ട്ഫോളിയോൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പാസ്റ്റ് പീരീഡിൽ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യാൻ പോവുകയാണ്. ഇതിന് രണ്ട് കമ്പാരിസൺ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ പോർട്ട്ഫോളിയോസായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ ഒരു ബെഞ്ച് മാർക്ക് പോർട്ട്ഫോളിയോ ആയിട്ട് കമ്പയർ ചെയ്യും. ബെഞ്ച് മാർക്ക് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി, സെൻസെക്സ് അതൊക്കെയാണ് ബെഞ്ച് മാർക്ക് പോർട്ട്ഫോളിയോ, അതിൻ്റെ റിട്ടേൺ ആയിട്ട് കമ്പയർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ സപ്പോസ് നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ ഉണ്ട്, എനിക്കൊരു പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ എത്രയാണെന്ന് നിങ്ങൾ ആദ്യം അസസ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ പോർട്ട്ഫോളിയോൻ്റെ റിസൾട്ടും അല്ലെങ്കിൽ റിട്ടേണും അസസ് ചെയ്യും. അതിൽ ഏതാണ് ഹയർ, ഓക്കെ നിങ്ങളുടെയാണ് ഹയർ എങ്കിൽ നിങ്ങൾ പറയും ഓക്കെ എൻ്റെനേക്കാളും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ, നല്ല സെക്യൂരിറ്റീസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെന്ന്. അപ്പോൾ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് പെർഫോം ചെയ്തത് അത് രണ്ട് രീതിയിലാണ്. ഒന്ന് സിമിലർ ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോസ് ആയിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് പോർട്ട്ഫോളിയോ ആയിട്ട് കമ്പയർ ചെയ്യുക. ബെഞ്ച് മാർക്ക് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇൻഡെക്സ് ആണ്, മാർക്കറ്റ് ഇൻഡെക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന് തന്നെ രണ്ട് മെയിൻ ഫങ്ഷൻസ് ഉണ്ട്. അതായത് പോർട്ട്ഫോളിയോ ഇവാലുവേഷന് രണ്ട് ബേസിക് ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് പെർഫോമൻസ് മെഷർമെൻറ്റും, രണ്ടാമത്തത് പെർഫോമൻസ് ഇവാലുവേഷനും. പെർഫോമൻസ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ അക്കൗണ്ടിങ് ഫംഗ്ഷനാണ്. അക്കൗണ്ടിങ് ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, കാൽക്കുലേഷൻസ് ആയിരിക്കും അല്ലേ. ഇവിടെയും പെർഫോമൻസ് മെഷർമെൻറ്റിൽ നമ്മൾ കാൽക്കുലേഷനാണ്, എത്ര റിട്ടേൺ ഏൺ ചെയ്തു നമ്മുടെ പോർട്ട്ഫോളിയോ എന്നൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ GP അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പോർട്ട്ഫോളിയോൻ്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ആ ഒരു പോർട്ട്ഫോളിയോ ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ, ആ ഒരു ഹോൾഡിംഗ് പീരീഡിൽ എത്ര റിട്ടേൺ ഏൺ ചെയ്തു. അപ്പോൾ ഇത് പ്യുവറായിട്ട് ഒരു അക്കൗണ്ടിങ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളെടുത്ത് നമ്മളെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെന്താ പറയുക, നമ്മളുടെ പോർട്ട്ഫോളിയോ ഇത്തവണ 10% ഏൺ ചെയ്തു, അല്ലെങ്കിൽ 12% റിട്ടേൺ കിട്ടി, 15% റിട്ടേൺ കിട്ടി എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയാം. ഓക്കെ, അതിനാണ് പെർഫോമൻസ് മെഷർമെൻറ്റ് എന്ന് പറയുക. അതായത് പ്യുവർ അക്കൗണ്ടിങ് ഫംഗ്ഷനാണ്. രണ്ടാമത്തെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ഇവാലുവേഷനാണ്. ഇതൊരു ജഡ്ജ്മെൻറ്റൽ വ്യൂ ആണ്, അതായത് ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിട്ടേൺ തന്നെയാണോ കിട്ടിയത്, അല്ലെങ്കിൽ എബോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നോ അല്ലെങ്കിൽ ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു എന്നുള്ളത് നമ്മൾ ജഡ്ജ് ചെയ്യാണ് നമ്മളുടെ റിട്ടേണിനൊക്കെ ബേസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ പോർട്ട്ഫോളിയോൻ്റെ പെർഫോമൻസ് സുപ്പീരിയർ ആയിരുന്നോ ഇൻഫീരിയർ ആണോ, അല്ലെങ്കിൽ നമ്മളുടെ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ നമ്മളുടെ സ്കില്ല് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ സ്കില്ല് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ പ്യുവർ ലക്ക് കൊണ്ടാണോ ആ റിട്ടേൺ ജനറേറ്റ് ചെയ്ത്, പിന്നെ നമ്മളുടെ പോർട്ട്ഫോളിയോ മാർക്കറ്റ് പോർട്ട്ഫോളിയോനെ അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സിനെ ബീറ്റ് ചെയ്തോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പ്യുവർലി ജഡ്ജ്മെൻറ്റലാണ്. അപ്പോൾ പോർട്ട്ഫോളിയോ ഇവാലുവേഷന് രണ്ട് മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ രണ്ട് ബേസിക് ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന് പെർഫോമൻസ് മെഷർമെൻറ്റ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ. ഇനി വൈ ഇവാലുവേറ്റ്, എന്തിനാണ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇവാലുവേറ്റിംഗ് പോർട്ട്ഫോളിയോ. നമ്മൾ പോർട്ട്ഫോളിയോ എന്തിനു വേണ്ടിയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? മൂന്ന് മെയിൻ കാര്യങ്ങളാണുള്ളത്. ഒന്ന്, വെദർ ദ പോർട്ട്ഫോളിയോ മാനേജർ ഹാസ് ഡൺ എ ഗുഡ് ജോബ് എന്നറിയാൻ വേണ്ടിയാണ്. അതായത് നമ്മളുടെ പോർട്ട്ഫോളിയോ, അതായത് നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെയാണ് പോർട്ട്ഫോളിയോ മാനേജർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിലാണോ മാനേജ് ചെയ്തേക്കുന്നത്, നമ്മൾ നല്ല റിട്ടേൺ കിട്ടുന്ന സെക്യൂരിറ്റീസിലാണോ അസറ്റ്സിലാണോ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയാണ് ഒന്നാമത്തെ റീസൺ, എന്തുകൊണ്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ള റീസൺ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ട് കമ്പയർ ചെയ്യുക. അതായത് മാർക്കറ്റ് ഇൻഡെക്സ് ആയിട്ട് കമ്പയർ ചെയ്യുക, മാർക്കറ്റിനെ ബീറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സെയിം റിട്ടേൺ ആണോ നമ്മൾ കിട്ടിയത്, അല്ലെങ്കിൽ മാർക്കറ്റ് റേറ്റിനേക്കാളും അല്ലെങ്കിൽ മാർക്കറ്റ് റിട്ടേണിനേക്കാളും കുറവാണോ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത്. മൂന്നാമത്തത് ഇവാലുവേഷൻ നടത്തുന്ന മെയിൻ റീസൺ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റീസൺ, നമ്മൾ ആ പോർട്ട്ഫോളിയോ തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെയാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പീരിയോഡിക്കൽ ഇൻ്റർവെൽസിൽ നമ്മൾ പോർട്ട്ഫോളിയോനെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഈ മൂന്ന് റീസൺസിനാണ് നമ്മൾ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻസ് നടത്തുന്നത്. ഇനി
ഇമ്പോർട്ടൻസ് ഓഫ് റിസ്ക് അല്ലെങ്കിൽ റോൾ ഓഫ് റിസ്ക് ഇൻ പെർഫോമൻസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഇവാലുവേഷനിൽ റിസ്കിൻ്റെ റോൾ എന്താണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ്. റിസ്ക്കും റിട്ടേണും എപ്പോഴും ഒരുമിച്ച് പോകുന്ന കാര്യമാണ്, കോംപ്ലിമെൻ്ററി ആണ്. ഓക്കെ, അപ്പോൾ റിട്ടേൺ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേസമയം തന്നെ എന്തും അനലൈസ് ചെയ്യണം, റിസ്ക്കും അനലൈസ് ചെയ്യണം. അപ്പോൾ റിട്ടേൺ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനൊപ്പം തന്നെ റിസ്ക്കും കമ്പയർ ചെയ്യണം. ഒരു പോർട്ട്ഫോളിയോയ്ക്ക് അല്ലെങ്കിൽ ഒരു അസറ്റിന് ഹയർ റിട്ടേൺ ഉണ്ട്, പക്ഷേ ഹയർ റിസ്ക് ആണെങ്കിൽ കാര്യമില്ല. റിട്ടേൺ കിട്ടുന്നതിന് ബേസ് ചെയ്തുള്ള റിസ്ക് ആയിരിക്കണം, അല്ലെങ്കിൽ റിസ്കിന് ബേസ് ചെയ്തായിരിക്കണം നമ്മൾക്ക് എന്ത് കിട്ടണ്ടേ, റിട്ടേൺ കിട്ടണ്ടേ. അപ്പോൾ റിസ്ക്കും റിട്ടേണും ഒരുമിച്ച് എപ്പോഴും കമ്പയർ ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു കമ്പാരിസണ് 2 അപ്രോച്ചസ് ഉണ്ട്. ഓക്കെ, അപ്രോച്ചസ് ടു ഇവാലുവേഷൻ, അതായത് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിസ്ക്കും റിട്ടേണും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി 2 മെയിൻ അപ്രോച്ചാണുള്ളത്. ഒന്നാമത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്യുക, പോർട്ട്ഫോളിയോസ് എല്ലാം ഗ്രൂപ്പ് ചെയ്യുക, സിമിലർ കാറ്റഗറി ഓഫ് പോർട്ട്ഫോളിയോസ് ഗ്രൂപ്പ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആസ് ഓൺ ഡേറ്റ് 2 ബാച്ചാണുള്ളത്, സെമസ്റ്റർ 3യും സെമസ്റ്റർ 1ഉം. അപ്പോൾ സെമസ്റ്റർ 3യും സെമസ്റ്റർ 1നെയും ഒരുമിച്ച് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്ന സബ്ജക്ട്സിനേക്കാളും ഇത്തിരി ടഫായിരിക്കും സെമസ്റ്റർ 3യിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരും റിസ്ക് ഡിഫറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സിമിലർ ആളുകളെ ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ S3കാരെ മാത്രം, അതായത് PG S3നെ മാത്രം ഗ്രൂപ്പ് ചെയ്യും, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. S1നെ മാത്രം സെപ്പറേറ്റ് കാറ്റഗറൈസ് ചെയ്തിട്ട് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോൻ്റെ കാര്യത്തിലും സിമിലർ ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോസിനെ ഗ്രൂപ്പ് ചെയ്യും, അതിൻ്റെ റിട്ടേൺസും റിസ്ക്കും കമ്പയർ ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ മെഷേഴ്സ്. ഇതാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. റിട്ടേണും റിസ്ക്കും ഒരുമിച്ച് കമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. ഇതിന് 3 മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഷാർപ്പ് റേഷ്യോ, രണ്ടാമത്തെ ട്രെയിനർ റേഷ്യോ, മൂന്നാമത്തെ ജെൻസൻസ് ആൽഫ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, അതായത് ഹയർ റിട്ടേൺ ഉണ്ടായിട്ട് കാര്യമില്ല, ഹയർ റിസ്ക്, അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഹയർ റിസ്ക്കും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സപ്പോസ് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, 2 പോർട്ട്ഫോളിയോ തന്നിട്ടുണ്ട്, പോർട്ട്ഫോളിയോ A ആൻഡ് പോർട്ട്ഫോളിയോ B. പോർട്ട്ഫോളിയോ എയുടെ റിട്ടേൺ എന്ന് പറയുന്നത് 15% ആണ്, പക്ഷേ റിസ്ക് വളരെ ഹൈ ആണ്. അതേസമയം പോർട്ട്ഫോളിയോ ബിയുടെ റിട്ടേൺ 13% ആണ്, പക്ഷേ റിസ്ക് വെരി ലോ ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് റിട്ടേണിനെ മാത്രം ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ പോർട്ട്ഫോളിയോ A ആണ് ബെറ്റർ പോർട്ട്ഫോളിയോ നമ്മൾ പറയുള്ളൂ. പക്ഷേ നമ്മളുടെ കൺസെപ്റ്റ് അനുസരിച്ച് റിട്ടേണും റിസ്ക്കും ഒരുമിച്ച് കമ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ പോർട്ട്ഫോളിയോ B പോർട്ട്ഫോളിയോ എയുടെ ഓൾമോസ്റ്റ് സിമിലർ റിട്ടേൺ തന്നെ, 13% 15% വലിയ ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ റിട്ടേൺ തന്നെ കിട്ടുന്നുണ്ട് പോർട്ട്ഫോളിയോ ബിക്ക് വിത്ത് ലോവർ റിസ്ക്. അപ്പം നമ്മൾ റിസ്ക്കും റിട്ടേണും ഒരുമിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, B ആണ് ബെറ്റർ ബിക്കോസ് റിട്ടേൺ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കിട്ടുന്നുണ്ട് ആൻഡ് റിസ്ക് ഈസ് വെരി ലോ. അപ്പോൾ ഇത് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ പോർട്ട്ഫോളിയോ വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രേഡ് കാർഡ് പോലെയാണ്. ഓക്കെ, റിപ്പോർട്ട് കാർഡ് പോലെയാണ്. നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തു, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ എങ്ങനെ പെർഫോം ചെയ്യുന്നു അറിയാൻ വേണ്ടിയാണ് പോർട്ട്ഫോളിയോ വാല്യുവേഷൻ നടത്തുന്നത്. അതിൽ 2 ഇമ്പോർട്ടൻറ്റ് പാർട്ടാണുള്ള പെർഫോമൻസ് മെഷർമെൻറ്റ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ. ഇനി റിസ്ക്കും റിട്ടേണും ഒരുമിച്ച് കമ്പയർ ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഒരു ഇൻഡിവിജ്വൽ ഐറ്റം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, റിസ്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, റിട്ടേൺ നോക്കണം. റിട്ടേൺ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, റിസ്ക്കും കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി പെർഫോമൻസ് മെഷർമെൻറ്റിൽ 2 കാര്യങ്ങളാണുള്ളത്, മെഷറിങ് റിട്ടേൺസ് ആൻഡ് ജഡ്ജിങ് പെർഫോമൻസ്. റിട്ടേൺ മെഷർ ചെയ്യണം, അതായത് പാസ്റ്റ് പീരീഡിൽ അല്ലെങ്കിൽ ഹോൾഡിംഗ് പീരീഡിൽ എത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്തു, കൂടാതെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം, അതായത് പോർട്ട്ഫോളിയോ മാനേജറുടെ സ്കില്ലാണോ അത് ഷിയർ ലക്കാണോ എന്നുള്ളതും കൂടി വാല്യുവേറ്റ് ചെയ്യണം. അപ്പോൾ അക്കൗണ്ടിങ് ഫംഗ്ഷൻ പ്ലസ് ജഡ്ജ്മെൻറ്റൽ ഫംഗ്ഷനും കൂടിയാണ് പോർട്ട്ഫോളിയോ വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ആർക്കാണ് യൂസ്ഫുൾ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനും ഫണ്ട് മാനേജേഴ്സിനുമാണ് ഇത് ഏറ്റവും യൂസ്ഫുൾ ആകുന്നത്. ഓക്കെ, ഇത്രയാണ് പോർട്ട്ഫോളിയോ വാല്യുവേഷൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്ന. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.